പല യുവ ഗായികമാർ സ്റ്റേജിൽ പാട്ട് പാടുമ്പോൾ പെർഫോം ചെയ്താണ് പാട്ട് പാടുന്നത്. ദാസേട്ടനെ പോലെയുള്ള പഴയ തലമുറയിലെ അധിക ഗായകന്മാരും അത്തരത്തിലല്ല. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? കൂടുതൽ ഞങ്ങളുടെ ഇതനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പെർഫെക്റ്റ്, അതായത് ഇപ്പം നിങ്ങളെ തന്നെ ഞാനിങ്ങനെ കുലുക്കിയാൽ ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ ഞാനിങ്ങനെ ഒന്ന് ഇളക്കിയാൽ യു കാൺ ഡു ഇറ്റ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ശരീരം കൂടുതൽ ഇളകുമ്പോൾ ശരീരം കൂടുതൽ ഇളകും. ശരീരം ഇളകേണ്ടതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങനെ വേണ്ടാത്ത തരത്തിലോ ഇളക്കം വരും. ആ ഇളക്കം വരുന്നത് ചിലപ്പോൾ അത് ദോഷം ചെയ്തു വരും. അപ്പം നിലനിൽക്കാതെ നിശ്ചലമായിട്ട് നമ്മൾ ചേർന്ന് ലയിച്ചു പോകേണ്ടതിന് ലയത്തിന് വ്യത്യാസം വരും. മറ്റൊരു കമ്പാരിറ്റീവ് ഇത് സ്റ്റഡി ചെയ്യുമ്പോഴാണ് അത് വരുന്നത്. വേറൊരു ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ലയിക്കുമ്പോഴാണ് ഈ ലയം എന്ന് പറയുന്നത്. അതിൻ്റെ നോട്ടുമായിട്ട് താൻ കൊടുക്കുന്ന നോട്ടിന് ലയം വരുമ്പോഴാണ് ഈ ലയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ആരും അറിയാൻ പോകുന്നില്ല. അപ്പോൾ ഒരാൾ വേറൊരു ഇൻസ്ട്രുമെൻറ്റും കൂടി വായിക്കുന്നുണ്ട്, അയാൾ ശുദ്ധമായിട്ട് വായിക്കുമ്പോൾ താൻ അല്പം ഒന്ന് ഫ്ലാറ്റാകുകയോ ഷാർപ്പാകുകയോ ചെയ്താൽ അതിന് ലയം എന്നല്ല പറയണത്, രണ്ടുപേരും രണ്ടായിട്ടാണ് പോണേ. ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തതിനെപ്പറ്റി പറയല്ല, ഇത് ശീലിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്ത് നോക്കട്ടെ, എനിക്കറിയില്ല. ഞാനൊരു കോർഗിൻ്റെ ഒരു ട്യൂണറുണ്ട്. അതെന്തിനാ കോർഗ് എന്ന് പറയണമെന്ന് വെച്ചാൽ അത് പിയാനോ ട്യൂണറാണ്. അവർ മാത്രമേ അത് ഇറക്കിയിട്ടുള്ളൂ. പിയാനോ ട്യൂൺ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു നോട്ട് നമ്മൾ അതിലിങ്ങനെ അടിച്ചാൽ അടിച്ചാൽ ഇതിൽ അത് കറക്റ്റായിട്ട് ആ സീറോയിൽ, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫ്ലാറ്റ്, ഇറ്റ് ഈസ് ഷാർപ്പ്. അത് ശരിക്കും ഇൻസ്ട്രുമെൻറ്റിൽ പറ്റും. ഒരു ഹ്യൂമനിൽ വളരെ വിഷമമാണ് ആ സീറോയിൽ കൊണ്ടുവരാൻ. അവിടെ കിടന്നുകൊണ്ട് ഇതിങ്ങനെ ശകലം ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഹ്യൂമൻ. എത്ര എഫർട്ട് ചെയ്താലും ആ സീറോയിൽ ഇങ്ങനെ വന്ന് നേരെ നിൽക്കില്ല അത് സൂചി. അത് ആര് തന്നെ ശ്രമിച്ചോട്ടെ. പക്ഷേ അതിൻ്റെ ആ ഓറ എന്ന് പറയും, അതിൻ്റെ അകത്തൊരു ചന്ദ്രൻ്റെ അകത്തോട്ട് ആകർഷണ വലയമുണ്ട്. ആ ആകർഷണ വലയത്തിലേക്ക് പെട്ടാൽ അതിൻ്റെ ആകർഷണ വലയത്തിനൊരു ചെറിയ അതിരുണ്ട്. അതിൻ്റെ അകത്ത് പെട്ടാൽ ഇറ്റ് വിൽ ബി, ആ ലയത്തിന് സമയം വരും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര കാലം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നറിയാം.